കഴിഞ്ഞ വീഡിയോയിൽ സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ടാബ്ലറ്റിനെ നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു ഹാവ് ഗ്ലോ. ഞാൻ പറഞ്ഞിരുന്നു ഹാവ് ഗ്ലോ ടാബ്ലറ്റ് ആർക്കൊക്കെ എടുക്കാൻ പാടില്ല. ഒരുപാട് ആന്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ അടങ്ങിയതാണ് ഹാവ് ഗ്ലോ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് L-ഗ്ലൂട്ടാത്തോൺ 500 mg ആണ്. പിന്നെ ആൽഫ ലിപ്പോളിക് ആസിഡ് 50 mg, അതുപോലെ തന്നെ വൈറ്റമിൻ സി 40 mg, വൈറ്റമിൻ ഇ ആണ്, അത് 10 mg ഉള്ളൂ. ഇത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസുകളുടെ കുറവുകളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ന്യൂറോപ്പതിക് സിംറ്റംസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. കാരണം ഡയബറ്റിക് ന്യൂറോപ്പതിക് എന്ന് പറയുന്നത് ചിലവർക്ക് നംനെസ് ഉണ്ടാകുക, കാലുകൾ മരവിക്കുക, എപ്പോഴും വേദന ഉണ്ടാകുക, പിന്നെ അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ, കുത്തുന്ന പോലത്തതും നീറുന്ന പോലത്തതും പൊള്ളുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുക, കാലുകൾക്ക് ബലഹീനത, കാലുകൾ തൊടുമ്പോൾ ഒരു ഇക്ലി ആവുന്ന പോലെ തോന്നുക. ഇതിനെ കൺട്രോൾ ചെയ്യുവാനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുവാൻ വേണ്ടിയിട്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഇത്തരത്തിലുള്ള മെഡിസിൻസുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്നാൽ ആന്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ധാരാളമായി കിട്ടുകയും നമ്മുടെ ഓരോ സെല്ലുകളിൽ ഇത് ചെന്ന് ഒരുപാട് ദോഷങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുകയാണ് ഈ ആന്റി ഓക്സിഡന്റ് ചെയ്യുന്നത്. ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതായത് ഫ്രീ റാഡിക്കൽ, നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്ന ഫ്രീ റാഡിക്കളെ കുറച്ചുകൊണ്ട് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഈ ആന്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഹാവ് ഗ്ലോ ടാബ്ലറ്റ് സഹായിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുമ്പോൾ കാലുകൾ നീര് വെക്കുന്നത് പോലെ, അതുപോലെ തന്നെ ചെറിയ പാടുകൾ വരുന്നത് പോലെ അത് പിന്നെ പൊട്ടുന്ന അവസ്ഥയിലേക്ക് ചിലർക്ക് പോകുന്നുണ്ട്. ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനും ഡോക്ടർ ഹാവ് ഗ്ലോ ടാബ്ലറ്റ് നിർദ്ദേശിക്കാറുണ്ട്. ചർമ്മത്തിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ മെലാനിന്റെ ഉൽപാദനം കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ചർമ്മത്തെ പുതുക്കുവാനും നിറം വർദ്ധിപ്പിക്കുവാനായിട്ട് ഹാവ് ഗ്ലോ ടാബ്ലറ്റ് സഹായിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വിഷമായിട്ടുള്ള പദാർത്ഥങ്ങളെ പൂർണ്ണമായിട്ട് നിർജീവമാക്കിക്കൊണ്ട് ഡീടോക്സിഫിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അണുബാധകൾക്കും രോഗങ്ങൾക്കെതിരെ ഒരു സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്നത്. ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയതിനാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ കൂടുതലും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ ഓരോ കോശങ്ങളിൽ ചെന്ന് കൃത്യമായിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുവാനും ഇതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസുകൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു പരിഹാരം തന്നെയാണ്. ആൽഫ ലിപ്പോയിക് ആസിഡും ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും ആന്റി ഓക്സിഡേറ്റീവുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ഇതിലൂടെ നമ്മുടെ കാലുകളിലും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം, നീർക്കെട്ടുകളെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് ആരോഗ്യമുള്ള ശരീരത്തെ പ്രതിദാനം ചെയ്യുവാനായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റും അതുപോലെ തന്നെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും സഹായിക്കുന്നുണ്ട്. ഹൃദയധമനികളെയും ഹൃദയത്തെയും പൂർണ്ണമായിട്ട് ഒരു സംരക്ഷണ കവചം തന്നെയാണ് ഹാവ് ഗ്ലോ ടാബ്ലറ്റ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ശരീരത്തില് ഫ്രീ റാഡിക്കൽ വർദ്ധിച്ചു വരുമ്പോൾ അതിനെ എതിർക്കുവാനും അതിനെ പ്രതിരോധിക്കുവാനും നമ്മുടെ ശരീരത്തിൽ കഴിവില്ലാതെ വരുമ്പോഴാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ കൂടുമ്പോഴാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റിക്, ക്യാൻസർ, റുമാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്ന് ഒരുപാട് വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമേറിയ ആന്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് L-ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത്. ഇതിലെ L-ഗ്ലൂട്ടാത്തോൺ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളിക്കൊണ്ടും നിർജീവമാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്നു. അതിലൂടെ തന്നെ നമ്മുടെ കരളിന്റെ സംരക്ഷണവും കരളിന്റെ ആരോഗ്യവും കൂടുതലും മെച്ചപ്പെടുത്തുകയാണ് ഈ L-ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ചെയ്യുന്നത്. ഹാവ് ഗ്ലോ ടാബ്ലറ്റ് നമ്മൾ സാധാരണയായി എടുക്കുന്ന മരുന്നുകളുടെ കൂടെ കഴിക്കാമോ എന്നുള്ളതാണ് അടുത്ത സംശയം. നിങ്ങൾ മറ്റ് സപ്ലിമെന്റ്സുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിനംപ്രതി കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്താൽ മാത്രം ഹാവ് ഗ്ലോ ടാബ്ലറ്റ് നിങ്ങൾ എടുക്കുവാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. ഗ്ലൂട്ടാത്തോൺ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഗ്ലൂട്ടാത്തോൺ പോലുള്ള ടാബ്ലറ്റുകൾ നമ്മൾ നിരന്തരമായിട്ട് കഴിക്കുന്നതിലൂടെ ചില തരത്തിലുള്ള പാർശ്വഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങും. ചിലർക്ക് വയറുവേദന ഉണ്ടാകാം, ഒരു വീർപ്പ് മുട്ടൽ, ഷോർട്ട് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകും. നമ്മുടെ ബ്രോങ്കയിൽ ഇങ്ങനെ സങ്കോചിക്കുന്നതിലൂടെ നമുക്ക് ബ്രീത്ത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാം. അലർജി രോഗങ്ങൾ, ചുണങ്ങും പോലെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം. എങ്കിലും ഇത് കൂടുതൽ കേസുകളിൽ വരുന്നില്ല. വരുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായമോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ സമീപിക്കേണ്ടതാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ ഒപ്പം ഈ മരുന്ന് കഴിക്കാമോ എന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറിന്റെ സഹായമോ അല്ലെങ്കിൽ മറ്റൊരു ഫാർമസിസ്റ്റിന്റെ സഹായം നിങ്ങൾ തേടണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഈ മരുന്നും നിങ്ങൾ കഴിക്കുന്ന മരുന്നും തമ്മിൽ എന്തെങ്കിലും ഇന്ററാക്ഷനോ അല്ലെങ്കിൽ അത് കാരണം നിങ്ങളുടെ ചികിത്സയ്ക്ക് കോട്ടമായി ബാധിക്കുകയോ നിങ്ങൾ കഴിക്കുന്ന മരുന്നിന്റെ എഫക്റ്റിന് എന്തെങ്കിലും വേരിയേഷൻ വരികയോ ഒരു സംശയം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ എടുക്കുമ്പോൾ ഡോക്ടറിന്റെ സഹായം തേടണമെന്ന് ഞാൻ പറഞ്ഞത്. ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു
ആന്റി ഓക്സിഡന്റ് ആണ് L-ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സുകളെ കുറയ്ക്കുവാനും വാർദ്ധക്യ പ്രശ്നങ്ങളെ കുറയ്ക്കുവാനും സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങൾക്കെതിരെയും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ടിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഇത് കഴിച്ചെങ്കിലും അവൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റെഗുലർ മെഡിസിൻസ് ഒന്നും ആൾ എടുക്കുന്നില്ല. അവൾക്ക് ഇത് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചപ്പോൾ തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ കൃത്യമായിട്ട് തന്നെ സ്കിന്നിൽ ഒരു ടോൺ സൃഷ്ടിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ സ്കിന്നിന് ഒരു പുതിയ ചർമ്മ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഇതിന്റെ കൂടെ അവൾ പാലിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാണ് നമ്മൾ കഴിക്കുന്ന L-ഗ്ലൂട്ടാത്തയോണിന്റെ ആഗീരണം നമ്മൾ ചില ഫുഡുകൾ കഴിക്കുന്നതിലൂടെ, അതായത് അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിലൂടെ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുവാൻ സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിന്റെ ആഗീരണത്തെ തടയുന്ന ഫാക്ടറികൾ എന്തെന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത്. കൂടുതലായിട്ടും ഉയർന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയും ആഗീരണം കുറയും. ബീൻസുകൾ, ധാന്യങ്ങൾ, തവിട് ഗോതമ്പുകൾ, ഓക്സിഡേറ്റീവ് കൊഴുപ്പുകൾ, റിഫൈൻഡ് ഓയിലുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, വറുത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ചോക്ലേറ്റ് അടങ്ങിയ പ്രോഡക്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ, അതായത് കഫീൻ അടങ്ങിയ പ്രോഡക്ട്സുകൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിന്റെ അബ്സോർപ്ഷൻ കുറയുന്നു. കൂടുതലായിട്ട് ആൽക്കഹോൾ, ബിയർ, വൈൻ പോലെയുള്ള ബിവറേജ് പ്രോഡക്റ്റുകൾ കൂടുതൽ കുടിക്കുന്നതിലൂടെ, എല്ലാത്തിനുപരി എരിവും പുളിയും അതുപോലെ തന്നെ കൂടുതലും ചൂടുള്ള ഭക്ഷണങ്ങൾ നിരന്തരമായിട്ട് കഴിക്കുന്നതിലൂടെയും, പെപ്പർ പോലെയുള്ള കുരുമുളക് കൂടുതലായിട്ട് കൂട്ടുക, എരിവുള്ള ചില്ലീസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, എരിവായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ശീലമുള്ളവർക്ക് L-ഗ്ലൂട്ടാത്തയോൺ എടുക്കുമ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. പുളിയുള്ള ആഹാരങ്ങൾ, സിട്രിക് ആസിഡ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതിലൂടെ അതുപോലെ തന്നെ പാനീയങ്ങൾ കുടിക്കുന്നതിലൂടെ അബ്സോർപ്ഷൻ കുറയുവാൻ സാധ്യത ഏറെയാണ്. ഉയർന്ന സൾഫർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ, വെളുത്തുള്ളി, സവാള, മറ്റ് സൾഫർ അടങ്ങിയ പച്ചക്കറികൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ L-ഗ്ലൂട്ടാത്തയോണിന്റെ അബ്സോർപ്ഷൻ കുറയാനാണ് സാധ്യത. പാക്ക് ചെയ്ത ഫുഡുകളും അതുപോലെ ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെയും അബ്സോർപ്ഷൻ കുറയാൻ സാധ്യത ഏറെയാണ്. ഇനി മരുന്നുകളുടെ ഇടപെടലുകൾ, ഏത് മരുന്നുകൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിന്റെ കൂടെ കഴിക്കുന്നതിലൂടെ ഇതിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റിക്ക് വേണ്ടി കഴിക്കുന്ന ചില ആന്റാസിഡ് മരുന്നുകൾ, അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാതിരിക്കാനായിട്ട് രക്തം തിന്നറാക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻസുകൾ, കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഉപയോഗത്താലും, രോഗപ്രതിരോധ മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പ്രമേഹത്തിന് കഴിക്കുന്ന ചില മരുന്നുകളുടെ ഉപയോഗത്താലും L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിന്റെ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരം രോഗികൾ ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രം ഈ പറഞ്ഞ L-ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഹാവ്ഗ്ലോ ടാബ്ലറ്റും അതുപോലെ തന്നെ ഇതേ സെയിം മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ള മറ്റ് ബ്രാൻഡുകൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ തന്നെ എടുക്കുക. സപ്ലിമെന്റ്സുകളുടെ ഹയർ ഡോസുകൾ നമ്മൾ എടുക്കുന്നതിലൂടെ ഇതിന്റെ അബ്സോർപ്ഷൻ കുറയും. കാൽഷ്യം ആയിക്കോട്ടെ, വൈറ്റമിൻ ഇ ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, ഈ മരുന്നുകളുടെ നമ്മുടെ ശരീരത്തിൽ വേണ്ടതിനെക്കാട്ടി കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടണമെന്നില്ല. L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഇതിന്റെ ആഗീരണം വർദ്ധിപ്പിക്കാൻ, അതായത് അബ്സോർപ്ഷൻ കൃത്യമായിട്ട് വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ നമ്മൾ കഴിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമ്മുടെ സ്കിന്നിലെ ചർമ്മത്തിൽ കാണിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നിങ്ങൾ സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് 500 mg L-ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം കഴിക്കാൻ. അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു 500 mg ആയിട്ടുള്ള ലിംസി 500 നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അതായത് വൈറ്റമിൻ സി 500 mg. ഇതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വൈറ്റമിൻ സി കഴിക്കുക. അതിനുശേഷം 500 mg ആയിട്ടുള്ള L-ഗ്ലൂട്ടാത്തയോണോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ആന്റി ഓക്സിഡേറ്റീവ് മോളിക്യൂൾസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബിഫോർ ഫുഡായിട്ട് വൈറ്റമിൻ സി ടാബ്ലറ്റ് എടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഹാവ്ഗ്ലോ ടാബ്ലറ്റ് എടുക്കേണ്ടത്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എങ്കിലും വളരെ ചെറിയൊരു സ്ട്രെങ്ത്തിലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ധാരാളം നമ്മൾ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ L-ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അവഗാഡോ, ഒലീവ് ഓയിൽ, സ്ട്രോബെറി, ഓറഞ്ച് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. മറ്റു ഓയിലുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഒലീവ് ഓയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 250 mg മുതൽ 500 mg വരെ നമുക്ക് ദിവസം ഡോസിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അത് രാവിലെയോ രാത്രിയിലോ ഏതെങ്കിലും ഒരു നേരവും കഴിക്കാം. രാവിലെയും രാത്രി നിങ്ങൾക്ക് കഴിക്കാം. 1000 mg എടുക്കാൻ നിങ്ങൾ വേഗത്തിൽ തന്നെ 1000 mg നിങ്ങൾ എടുക്കരുത്. പതിയെ ഡോസ് കൂട്ടി വേണം വരാൻ. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷൻ ഇല്ലാതെ ടാബ്ലറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റു രോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിൽ തന്നെ ഹാവ്ഗ്ലോ ആണെങ്കിലും ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ആണെങ്കിലും എടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് ഒരു പെട്ടെന്ന് റിസൾട്ട് കിട്ടുവാനായിട്ട് ഇതിന്റെ ഇഞ്ചക്ഷൻ ഉണ്ട്. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി മാത്രം എടുക്കേണ്ടതാണ്. ഹാവ്ഗ്ലോ ടാബ്ലറ്റ് ആർക്കൊക്കെ എടുക്കാൻ പാടില്ല, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ പാർശ്വഫലങ്ങൾ, എത്ര വരെ ഇത് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്